ഇപ്പോൾ കഴിഞ്ഞ IT എക്സാമിൽ ഓപ്പൺ ടൂൾസിന്റെ ഒരു പ്രവർത്തനം വന്നിരുന്നു. ആ പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഒരു കുളത്തിന്റെ സൈഡിൽ കൂടെ നായ നടന്നു പോകുന്ന ഒരു അനിമേഷൻ ആണ് നമുക്ക് ചിത്രീകരിക്കേണ്ടത്. അതിന് നമ്മൾ സീൻ നെയിം സീൻ 1 ആയിട്ടും ക്യാമറ സൈസ് HD 720 ആയിട്ടും യൂണിറ്റ് പിക്സൽ ആയിട്ടും ഫ്രെയിം റേറ്റ് അതായത് ഒരു സെക്കൻഡിൽ 12 ഫ്രെയിം 5 സെക്കൻഡിലുള്ള വീഡിയോയ്ക്ക് 60 ഫ്രെയിമാണ് ചിത്രീകരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എടുക്കുന്നു. അതിൽ ന്യൂ സീൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സീൻ നെയിം സീൻ 1 ആയിട്ടാണ് കൊടുക്കേണ്ടത്. ക്യാമറ റേറ്റ് HD 720 ആയിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ സീൻ 1 എന്നുള്ളൊരു ഭാഗത്ത് സീൻ നെയിം കൊടുത്തു, ക്യാമറ HD 720 ആക്കിയിട്ട് മാറ്റി, പിന്നെ യൂണിറ്റ് പിക്സൽ ആക്കിയിട്ട് മാറ്റി, പിന്നെ ഫ്രെയിം റേറ്റ് 12 ആണ്, അതായത് ഒരു സെക്കൻഡിൽ 12 ഫ്രെയിമാണ്. അപ്പോൾ അതായത് ഫ്രെയിം റേറ്റ് 12 എന്നാക്കി മാറ്റി. അതിനുശേഷം ക്രിയേറ്റ് സീൻ എന്നുള്ള രീതിയിൽ കൊടുത്തു. അതിനുശേഷം ആനിമേഷൻ മോഡിലേക്ക് നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സുകളെല്ലാതും എക്സാം 10 ഡോക്യുമെന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം സീനറി 4 ആണ് ഉൾപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ സെല്ല് തന്നെ എടുക്കുകയും ലോഡ് ലെവൽ എന്ന് ക്ലിക്ക് ചെയ്ത് ഹോമിൽ പോയിട്ട് എക്സാം 10 ഡോക്യുമെന്റ്സിൽ സീനറി ഓപ്പൺ ടൂൾസ് തുറന്ന് സീനറി 4.png എന്നുള്ള റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ചെയ്യുന്നു. വീണ്ടും ലോഡ് എന്ന് പറയുന്ന ബട്ടൺ വരും. അത് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിലേക്ക് നമ്മുടെ സീനറി 4 വന്നു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിനെ 60 ഫ്രെയിമിലേക്ക് കൊണ്ടുവരണം. കാരണം ഒരു സെക്കൻഡിൽ 12 ഫ്രെയിം റേറ്റ് ആണ് ഉള്ളത്. അപ്പോൾ 5 സെക്കൻഡിൽ 12 × 5 60 ഫ്രെയിമിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ റിപ്പീറ്റ് 60 ഫ്രെയിം എന്ന് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സെല്ല് തിരഞ്ഞെടുക്കുന്നു. അതിൽ നമുക്ക് ഡോഗിനെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ തന്നെ ലോഡിൽ എടുത്തുകൊണ്ട് dog.png എന്ന് പറയുന്ന ഫയല് ലോഡ് ചെയ്യുന്നു. വീണ്ടും ലോഡ് എന്ന് പറയുന്ന ബട്ടൺ വരുന്നു. അങ്ങനെ അത് ക്ലോസ് ചെയ്യുന്നു. അത് ഡോഗിന്റെ സീക്വൻസ് ആണ്. 6 ഫ്രെയിമുകളുള്ള സീക്വൻസ് ആണ് ഡോഗിന്റെ വന്നിട്ടുള്ളത്. അതിന് ഒരുമിച്ച് സെലക്ട് ചെയ്യണം. 1 മുതൽ 6 വരെ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് സെലക്ട് ചെയ്തിട്ട് അതിനെ 60 ഫ്രെയിമിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ 60 ഫ്രെയിമിലേക്ക് റിപ്പീറ്റ് അടിച്ചു. അങ്ങനെ 60 ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മുടെ ചിത്രങ്ങളെല്ലാതും ഇതിൽ ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആനിമേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. നായ നടന്നു പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ തലക്കിലേക്ക് നടന്നു പോകുന്ന സീനാണ് കൊണ്ടുവരേണ്ടത്. അതിനു വേണ്ടിയിട്ട് അടുത്ത് ചെയ്യേണ്ടത് ആനിമേഷൻ ടൂൾ എടുക്കുകയാണ് വേണ്ടത്. ആനിമേഷൻ ടൂൾ എടുത്തതിന് ശേഷം നായയെ ഇടതുഭാഗത്ത് ആ പോണ്ടിന്റെ ഇടതുഭാഗത്ത് നീക്കി വെച്ചതിന് ശേഷം അതിന്റെ സൈസ് ഒക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സ്കെയിൽ ടൂൾ ഉപയോഗിച്ചിട്ട് നായയുടെ സൈസ് അഡ്ജസ്റ്റ് നായയെ ഒരു തലക്കിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിന് നായക്ക് മൂവ്മെന്റ് കൊടുക്കണം. നായക്ക് മൂവ്മെന്റ് കൊടുക്കണമെങ്കിൽ 60ാമത്തെ ഫ്രെയിം ആകുമ്പോൾ നായ ഈ കുളത്തിന്റെ മറ്റേ തലയിലേക്ക് എത്തണം. അതിനുവേണ്ടി 60ാമത്തെ ഫ്രെയിമിൽ വെച്ചുകൊണ്ട് നായയുടെ പൊസിഷൻ നമ്മൾ മാറ്റിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ 60ാമത്തെ ഫ്രെയിമിലേക്ക് നായ എത്തുമ്പോൾ പോണ്ടിന്റെ അങ്ങേ തലക്കിലേക്ക് എത്തും. അപ്പൊ അവിടെ ഒരു കീയുടെ ചിഹ്നം വരും. അതിനുശേഷം നമ്മൾ പ്ലേ ബട്ടൺ അമർത്തി നോക്കിക്കഴിഞ്ഞാൽ കാണാം നായ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് നടന്നു പോകുന്ന ഒരു ചിത്രം നമുക്ക് ആനിമേറ്റ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് വേണമെങ്കിൽ നായയെ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീനിന് പുറത്തേക്ക് വേണമെങ്കിൽ ഒന്നും കൂടി തള്ളി വെക്കാം. 60ാമത്തെ ഫ്രെയിമിൽ 1ാമത്തെ ഫ്രെയിമിൽ നായ കുറച്ചും കൂടി ഇടതു ഭാഗത്തേക്ക് നീക്കി വെക്കാം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ ആനിമേഷന്റെ വീഡിയോ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതിന് നമ്മൾ ചെയ്യേണ്ടത് റെൻഡർ ചെയ്യുകയാണ് വേണ്ടത്. റെൻഡർ ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. MP4 ഫോമിലേക്ക് റെൻഡർ ചെയ്യാനാണ് അതിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ റെൻഡർ എന്ന് പറയുന്ന ടാബ് എടുക്കണം. ആ ടാബ് എടുത്തിട്ട് അതിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്നുണ്ടാവും.
അത് ചെയ്തതിന് ശേഷം MP4 ഫാസ്റ്റ് റെൻഡർ MP4 എടുത്തതിന് ശേഷം അതിനെ റെൻഡർ ചെയ്യുക. ഇങ്ങനെ റെൻഡർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ് വന്ന് കിടക്കുന്നുണ്ടാവുക. റെൻഡർ ചെയ്യുമ്പോൾ കുറച്ച് സമയം ഉണ്ടാവും, കാരണം 60 ഫ്രെയിമിന്റെ റെൻഡറിങ് ആണ് നടക്കുന്നത്. അങ്ങനെ ആ റെൻഡർ ചെയ്തിട്ടുള്ള വീഡിയോ ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കുന്നുണ്ടാവും. നമുക്ക് പരീക്ഷയിൽ എക്സാം ടൈം പ്രോഡക്റ്റിലാണ് അത് ഉൾപ്പെടുത്തേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡെസ്ക്ടോപ്പില് ആ റെൻഡർ ചെയ്തിട്ടുള്ള വീഡിയോനെ നമ്മൾ റീനെയിം ചെയ്യണം. റീനെയിം ചെയ്തിട്ട് ഏത് രീതിയിലാണ് റീനെയിം ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. രജിസ്റ്റർ നമ്പർ _ഡോഗ് വാക്കിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ റീനെയിം ചെയ്യേണ്ടത്. അപ്പോൾ റീനെയിം ചെയ്തു, രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ _ഡോഗ് വാക്കിംഗ് എന്നുള്ള രീതിയിൽ റീനെയിം ചെയ്തിട്ട് അതിനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ അവർ ആവശ്യപ്പെടുന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. റീനെയിം ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് അടിച്ച് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ എക്സാം ടൈം പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ തുറന്നിട്ട് അതിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓപ്പൺ ടൂൾസിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും.